അങ്ങനെ നമ്മളെ അടുത്ത മത്സരവും വന്നിരിക്കുകയാണ്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വന്നിരിക്കുകയാണ്. നമ്മളെ അടുത്ത മത്സരം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സിയുമായിട്ടാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്, KBFCയുടെ ഹോം സ്റ്റേഡിയത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും നമുക്ക് പറയത്തക്ക വിധം ഉള്ള ഒന്നും ഇല്ല. ഒരു ജയമില്ല, ഒരു സമനിലയില്ല, ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ചെന്നൈ FC കുറിച്ചും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 1 പോയിൻ്റ് ഉള്ളതാണ് ഞാൻ കണ്ടത്. അവർക്ക് 1 പോയിൻ്റ് ഉണ്ട്, നമുക്കൊരു പോയിൻ്റ് ഇല്ല. കാരണം നമ്മൾ ജയിച്ചിട്ടില്ല, സമനിലയായിട്ടില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ 3 കളി കളിച്ചിരുന്ന ഒരു താരം ഉണ്ടായിരുന്നു. മൂപ്പരെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ പ്ലെയറിനെ ഒഴിവാക്കിയിട്ട് വേറൊരു പ്ലെയറിനെ കൊടുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഏത് പ്ലെയറിനെ കൊണ്ടാണ്. കുറേ ഇൻസ്റ്റാ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നന്നായി കളിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടനെഞ്ചിൽ കയറാൻ പറ്റൂ എന്നുള്ളതൊക്കെ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ, അതായത് ഇന്റർ കാശുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്ത് കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ആരാധകർ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, വന്നിട്ടുള്ള ആരാധകർ വളരെ കുറച്ചായിരുന്നു. അതായത് കൊച്ചി സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെന്നൈയുമായിട്ടുള്ള ഈ കളി കാണാൻ ആരാധകർ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്നുള്ളത് നമുക്ക് ഏതായാലും ഇന്ന് കൃത്യം 7:30 നമുക്ക് കാത്തിരുന്ന് കാണാം. 7:30 കൊച്ചി സ്റ്റേഡിയം നിറയോ നിറയില്ലേ എന്നൊക്കെ നമുക്ക് ഇതിലും കാണാം. എന്നിരുന്നാലും എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ടീമിനോട് പറയാനുള്ളത്, നന്നായി കളിക്കുക, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കളിക്കുക, ഞങ്ങൾ ആരാധകർക്ക് വേണ്ടിയിട്ട് കളിക്കുക. ഒന്നല്ലെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രക്കും ഇഷ്ടമാണ് നിങ്ങളെ. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര കളി തോറ്റാലും, ഇനിയിപ്പോൾ ഈ സീസണിൽ നിങ്ങൾ 1 കളി പോലും ജയിച്ചില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുന്നത് അത്രക്കും വലുതാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ നെഞ്ചിൽ കയറി പറ്റിയ ഒരു സംഘമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒരു ഫാമിലിയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനോട് പറയാനുള്ളത്, ഒന്നല്ലെങ്കിലും മാനേജ്മെൻറ്റിനല്ലെങ്കിലും ആരാധകർക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ചെന്നൈയുമായിട്ടുള്ള മത്സരം ജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം എന്താ പറയുക, ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്ക് കളി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇതൊക്കെ വരുന്നതാണ്. നമ്മളേതായാലും അപ്പോൾ എനിക്ക് KBFC ആരാധകരോട് പറയാനുള്ളത്, നമ്മളെല്ലാ കളിയും കാണുന്നതാണ്. അതേപോലെ തന്നെ ചെന്നൈയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഈ കളി നിങ്ങളെല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ടീം തിരിച്ചു വരട്ടെ, ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് കംബാക്ക് വരട്ടെ, ബാക്ക് ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.